ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമസ്കാരം അല്ലേ? നമസ്കാരം ഇല്ലേ ടീച്ചർക്ക്? പറ, എന്താ പറയണ്ടേ? നമസ്കാരം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? സമയം കളയണ്ട, വേഗം കടക്കാം. എന്നാലാണ് വേഗം വേഗം പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണല്ലോ ടീച്ചറിൻ്റെ. ആണല്ലോ, ടീച്ചറിനറിയാം. ഓരോ അക്ഷരവും പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ടീച്ചറിനറിയാം. അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണ് കേട്ടോ. മിടുക്കന്മാരും മിടുക്കികളുമാണ്. ടീച്ചറിന് ഇഷ്ടമാണത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ നമ്മൾ പഠിച്ച് തീർത്തു എന്ന് പറഞ്ഞു ഇല്ലേ? തീർത്തില്ലേ? കഴിഞ്ഞ 2, 3, 4, 5 ക്ലാസ്സുകളായിട്ട് നമ്മൾ നമ്മുടെ സ്വരാക്ഷരങ്ങളിലൂടെയായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ? സ്വരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പറയാൻ പഠിച്ചു, എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, നമ്മുടെ ലിപ് മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി, എഴുതാൻ പഠിച്ചു അല്ലേ? ഓരോ ക്ലാസ്സിലൂടെയും ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ വീട്ടിൽ റിപ്പീറ്റ് ചെയ്ത് അത് എഴുതി പറഞ്ഞ് മനസ്സിരുത്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ സ്വരാക്ഷരങ്ങളുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. എന്നാലും അത് നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ അക്ഷരങ്ങളും ഒരുമിച്ച് നമുക്കൊന്ന് കാണാം. ഒരുമിച്ച് നമുക്ക് കാണാം, പറയാം. അപ്പോൾ ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിൽ അത് തറവാകും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ടീച്ചർ എഴുതാം. ടീച്ചർ ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ നോക്കിയിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ഓരോരോ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് എഴുതി പഠിച്ചത്. ഇനി ഒരുമിച്ച് എഴുതണം. മനസ്സിലായോ? ഇനി ടീച്ചർ വന്നിട്ട് പറയുകയാണ് എപ്പോഴെങ്കിലും ക്ലാസ്സിൽ, എന്താണ്, മലയാളം സ്വരാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞാൽ തപ്പേന്ന് റെഡി ആവണം, വേണ്ടേ? അതിനാണ് ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരക്ഷരം വെച്ച് അല്ലെങ്കിൽ 2 അക്ഷരം വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് വന്നു അല്ലേ? ഇനി ഒരുമിച്ച് എഴുതണം, വേണ്ടേ? ഒരുമിച്ച് അത് എഴുതണം. അപ്പോഴാണ് സ്വരാക്ഷരങ്ങൾ എഴുതാൻ പറയുമ്പോൾ ഏതാണ് സ്വരാക്ഷരങ്ങൾ എന്നുള്ളത് ഒരൊറ്റ പേജിൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റണം. ഓർഡറായിട്ട് എഴുതണം. വെറുതെ എഴുതിയാൽ പോരാ, ഓർഡറായിട്ട് എഴുതണം. നമ്മൾ പഠിച്ചതും ഒക്കെ ഓർഡറായിട്ടാണ്. എന്നാലും ഒരുമിച്ച് നമ്മളിതുവരെ എഴുതിയിട്ടില്ലല്ലോ അല്ലേ? ഓരോന്നാണ് നമ്മൾ, അല്ലെങ്കിൽ 2 അക്ഷരങ്ങൾ വീതമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഒരുമിച്ച് എഴുതി നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് മനസ്സിൽ പതിയും. എന്നിട്ട് നമുക്കത് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ സ്വരാക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരം ഏതാ? ഫസ്റ്റ് വരുന്ന ലെറ്റർ ഏതാ? ആ, യെസ്. കണ്ടോ? ഇതാണ് ആ. മനസ്സിലായോ? ഇതേത് അക്ഷരമാണ്? ആ. അടുത്തത് ഇതേതാണ്? പറ, ഉറക്കെ പറ, ടീച്ചർ കേൾക്കട്ടെ. ആ, യെസ്. അടുത്തത് ഇതേത് അക്ഷരമാണ്? ഉറക്കെ പറ, കേൾക്കട്ടെ ടീച്ചർ. ഇത്രയും ദിവസം പഠിപ്പിച്ചത് മനസ്സിലിരിക്കുന്നുണ്ടോ നോക്കട്ടെ. ഈ. ഏതാണ് അക്ഷരം? ഈ. അടുത്തത് ഏതായിരിക്കും? അടുത്ത അക്ഷരം ഏതായിരിക്കും? ഈ. ഓക്കെ, നെക്സ്റ്റ് ഇതേതാണ്? ഊ. എന്താ? ഊ. അടുത്തത് ഒരു മിനിറ്റ്. അടുത്തത് ഏതക്ഷരമായിരിക്കും എന്ന് പറഞ്ഞേ, പ്രൊനൗൺസ് ചെയ്തേ. റ്. എന്താണ്? റ്. എഴുതേണ്ട എങ്ങനെയാന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് റ് എഴുതേണ്ടത്. അപ്പൊ ആ ഇ ഉ റ്. അടുത്തത് ഏതാണ്?
A. Next, A. I. O. O. Au. ആ. എന്താണ്? സ്വരാക്ഷരങ്ങൾ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഔ, ആ. കണ്ടോ? സ്വരാക്ഷരങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചത് ഇന്ന് നമ്മൾ ഒരുമിച്ച് അക്ഷരങ്ങൾ നമ്മൾ എഴുതി അല്ലേ? ഒരുമിച്ച് നമ്മൾ എഴുതി. ഒന്നും കൂടെ പറഞ്ഞാലോ അല്ലേ? ഇനി ടീച്ചർ ഓർഡർ ആയിട്ട് എഴുതാൻ പറയുമ്പോൾ മാത്രമല്ല, സ്വരാക്ഷരം എഴുതാൻ പറയുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാവേണ്ടത്. ഓരോ അക്ഷരങ്ങളും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കുന്ന ടീച്ചർ ഇപ്പം ചോദിക്കുകയാണ്, ഇതേതാണ് ഈ അക്ഷരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. എഴുതേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ ഓർഡർ ആയിട്ടാണ്, ക്രമമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം അല്ലേ? ഒന്നാമത്തെ ഏതാണ്, രണ്ടാമത്തെ അക്ഷരം ഏതാണ്, മൂന്നാമത്തെ, നാലാമത്തെ പഠിക്കുമ്പോഴൊക്കെ ക്രമമായിട്ട് പഠിക്കണം. പക്ഷെ ടീച്ചർ നിങ്ങൾക്ക് അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിച്ചോന്നറിയാൻ ടീച്ചർ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഇതേതാണ്, ഇതേതാണ്, ഇതേതാണെന്ന് പറയും. ചോദിക്കുമ്പോൾ നിങ്ങളത് പ്രൊനൗൺസ് ചെയ്യണം. മനസ്സിലായി? ആ ശബ്ദം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോന്ന് ടീച്ചർ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നോക്ക്. ഇതേത് അക്ഷരമാണ്? ശബ്ദം ഋ. ഏതാണ്? ഋ. ഓക്കെ. ഇത് ഓ. ഓക്കെ. ഈ അക്ഷരം പറ. ആ. യെസ്. ഈ അക്ഷരം ഉ. യെസ്. ഈ അക്ഷരം ഐ. ഈ അക്ഷരം അം. ഈ അക്ഷരം ഔ. മനസ്സിലായോ? ഇതുപോലെ ടീച്ചർ എവിടെന്ന് ഇതേതാണ് അക്ഷരം എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. മനസ്സിലായോ? നിങ്ങളുടെ പേരൻസ് വീട്ടിൽ ഇതേപോലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അതുപോലെ പറയണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ശബ്ദം മനസ്സിലായി, അത് എഴുതാൻ മനസ്സിലായി എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കൊന്നും കൂടെ പറയാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഔ, ആ. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഒന്നുകൂടി ടീച്ചർ പറയാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഔ, ആ. കേട്ടോ? കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓരോന്ന് വീതം ഓരോ ദിവസം ഓരോ അക്ഷരം അല്ലെങ്കിൽ രണ്ടക്ഷരം വെച്ച് പഠിച്ചത് ഇന്ന് നമ്മൾ ഒരൊറ്റ ക്ലാസ്സിൽ മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു. മനസ്സിൽ ആക്കിയിട്ടുണ്ടെന്ന് ടീച്ചറിന് അറിയാം കേട്ടോ. ഈ അക്ഷരം എവിടെ കണ്ടാലും അത് വായിക്കണം. വാക്കുകളിലേക്ക് നമുക്ക് പതുക്കെ എത്താം, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടീച്ചർ പതുക്കെ പഠിപ്പിക്കാം.
പക്ഷേ ഈ അക്ഷരം നിങ്ങൾ പോകുന്ന എവിടെയെങ്കിലും ബോർഡുകളിൽ കണ്ടാലോ ന്യൂസ് പേപ്പറിൽ കണ്ടാലോ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളിൽ എവിടെയെങ്കിലും കണ്ടാലും എന്ത് പറയണം? ദേ അച്ഛാ, ഞാൻ പഠിച്ച അക്ഷരം ഈ. അമ്മ, ദേ ഞാൻ പഠിച്ച അക്ഷരം ഏ. കണ്ട, ഇങ്ങനെ ഓരോ അക്ഷരം കാണുമ്പോഴും ഏതാണ് ആ അക്ഷരം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് മനസ്സിരുത്തി പഠിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എവിടെ ചെന്നാലും ഈ അക്ഷരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം പറയാൻ പറ്റും. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഒരു ഉറക്കത്തിൽ എഴുന്നേപ്പിച്ച് ഈ അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം പറയാൻ പറ്റും. അത്ര നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കും സന്തോഷം, ടീച്ചറിന് സന്തോഷം. അത് കേൾക്കുമ്പോൾ പേരൻസിനും ഹാപ്പിയാവും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ശുഭദിനം. അടുത്ത ക്ലാസ്സിൽ കാണാം.